ഹലോ ഡിയേഴ്സ്, പല പുരുഷന്മാരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ലിംഗത്തിൽ നിന്ന് ഒരു ഉപ്പ് രസം വരുന്നു, അതുകൊണ്ട് അവൾക്ക് വായിലിടാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലോ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ടേസ്റ്റ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മതി എന്ന് വരുന്നിട്ടുള്ള ശുക്ലത്തിൻ്റെ ടേസ്റ്റ് സ്മെല്ലൊക്കെ ബെറ്റർ ആക്കാനും കൂടുതൽ നന്നായിട്ട് ഓറിലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി സഹായിക്കണോ എങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ. ഈ മഴക്കാലത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും, സ്ത്രീൻ്റെയും പുരുഷൻ്റെയും ഒക്കെ ഓവറോൾ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി ലൈംഗികപരമായിട്ടൊക്കെ നല്ലൊരു ഉണർവുണ്ടാക്കാനും നിങ്ങളുടെ ബെഡ് ടൈമൊക്കെ സൂപ്പറാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നേച്ചർമാനിൻ്റെ ശിലാജിത്ത്. രണ്ടുപേർക്ക് ഉപയോഗിക്കാം. രണ്ടുപേരുടെ ലൈംഗിക ഹെൽത്ത് മാത്രമല്ല ഓവറോൾ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രണ്ടു നേരം, രാവിലെയും വൈകുന്നേരം, രാവിലെ ഒരു എംപ്റ്റി സ്റ്റൊമക്കിലും വൈകുന്നേരവും ഇത് നിങ്ങൾ ഒരു പയർമണീൻ്റെ വലുപ്പത്തിലെടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ഇത് 100% നാച്ചുറലാണ്, ക്ലിനിക്കലി പ്രൂവണുമാണ്. നിങ്ങൾക്കൊരു ഹാബിറ്റ് ഫോമിങ് ഉണ്ടാക്കുന്നതുമല്ല. GMB ആയുഷ് സർട്ടിഫൈഡാണ്, ISO സർട്ടിഫൈഡുമാണ്. നിങ്ങളുടെ യൗവനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സെല്ലൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് ഹെൽത്തി ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിലിറങ്ങിയിരിക്കുന്ന ഫ്ലൂവിക് ആസിഡ് യൗവനം തിരികെ കൊണ്ടുവരിക മാത്രമല്ല, നിങ്ങളുടെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിലെ മഗ്നീഷ്യം നിങ്ങളെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നിങ്ങളുടെ നെർവ്സിൻ്റെയൊക്കെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി കൂടുതൽ നന്നായിട്ടൊക്കെ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും സഹായിക്കുന്നു. അയൺ ഉണ്ട് ഇതിൽ, എന്നറിയാമല്ലോ അതിൻ്റെ പൊട്ടാസ്യം. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ സ്റ്റാമിന കൂട്ടുന്നു, പവർ കൂട്ടുന്നു, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടാളും വാങ്ങിയിട്ട് കൺസ്യൂം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈംഗിക ഹെൽത്തിനോടൊപ്പം നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങളുടെ ലിംഗത്തിൻ്റെ ടേസ്റ്റും നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഇമ്പ്രൂവ് ആവാൻ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീനാണ്. ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. ദിവസം ഒരു 3 നേരമെങ്കിലും പുറകോട്ടേക്ക് സ്കിന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ നന്നായിട്ട് കഴുകുക എന്നുള്ളത്. ലൈറ്റ് അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കുന്നുണ്ട്. പിന്നെ എവറി പേഴ്സണിലും അവരുടെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ പേഴ്സണിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അവരുടെ ഡയറ്റിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഹൈജീനെയോ ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെ നമുക്കിത് ഓവറോൾ ഹെൽത്തി ആയ ഒരു ശുക്ലം കിട്ടാനും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ കപ്പ് കേക്ക് കഴിച്ചെന്ന് വെച്ചാൽ കപ്പ് കേക്കിൻ്റെ ടേസ്റ്റിലുള്ള ശുക്ലമൊന്നും വരത്തില്ല കേട്ടോ. എങ്ങനെ അതിനെ ഒരു ന്യൂട്രലൈസ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റ് കൊണ്ടുവരാമെന്ന് നോക്കണം. നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത്. അതുണ്ടെങ്കിൽ നിങ്ങളുടെ ശുക്ലത്തിൻ്റെ കാര്യം അധോഗതി, നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളുടെ കാര്യം അധോഗതിയായിരിക്കും. അതേപോലെ സ്വർമിൻ്റെ ഹെൽത്ത് എല്ലാം ഇല്ലാണ്ടാക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെയാണ് മദ്യപാനം നിങ്ങളുടെ ഒരു ബാഡ് സ്മെല്ലും ടേസ്റ്റും നിങ്ങളുടെ ശുക്ലത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറിലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. പിന്നെ ചില ഫുഡ് ഐറ്റംസ് അത് ചിലപ്പോൾ നമുക്ക് ഹെൽത്തി ആയിരിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തെ ഹാംഫുൾ അല്ലെങ്കിലും ഇത് നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ടേസ്റ്റിനെ ബാധിക്കുന്നുണ്ട് കുറച്ച് രൂക്ഷമായിട്ട് തന്നെ. ഒന്നാമത്തെ റെഡ് മീറ്റുകൾ, പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ഫുഡ്, ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള, ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഹെൽത്തിയാണ് അല്ലേ. എന്നാലും അത് സ്പേമിനും ശുക്ലത്തിനും ഭയങ്കര രൂക്ഷക്കെന്തോ മണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഡയറി പ്രൊഡക്റ്റ്, ചീസ്, അതുപോലെ ഫാറ്റുള്ള മിൽക്കുകൾ, ഇതൊക്കെ നിങ്ങളുടെ സ്പേം ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മോട്ടിലിറ്റിനെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല നാടൻ പാല് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫുൾ ഫാറ്റ് മിൽക്കൊക്കെ കുടിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്പേമിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്, മോട്ടിലിറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ നിങ്ങൾ ഓറിലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശുക്ലത്തിൻ്റെയും ലിംഗത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിരിക്കും. വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ടോക്സിക്കൊക്കെ കുറേ പോകാനും നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ
സിട്രസ് ഫ്രൂട്ടുകൾ, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കും, മെലോണൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ ശുക്ലത്തിനുള്ളിൽ ഫ്രക്ടോസിൻ്റെ ഘടകം കൂടുകയും അപ്പോൾ ഒരു സ്വീറ്റ്നെസ്, ചെറിയൊരു സ്വീറ്റ്നെസ് അവിടെ ഉണ്ടാകാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഭയങ്കര മധുരമല്ല, പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചൊരു ഫ്രക്ടോസിൻ്റെ ഇത് കൂടുന്നതുകൊണ്ട് തന്നെ, കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് ബെറ്റർ ആക്കാനും അവർക്ക് കൺസ്യൂം ചെയ്യാനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, സ്മെല്ലും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതുപോലെ കറുവാപ്പട്ടയ്ക്ക് ഒരു നല്ലൊരു മധുരമല്ലേ, അതും ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് കൂട്ടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ശുക്ലത്തിന് ഗ്രീനിഷ് കളറുണ്ടെങ്കിൽ, യെല്ലോ കളറുണ്ടെങ്കിൽ ചിലപ്പോൾ അത് STD ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വെള്ളമൊന്നും അധികം കുടിക്കാത്തതുകൊണ്ട് യെല്ലോ വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തൈര് പോലെ നിങ്ങളുടെ ശുക്ലം വരുന്നതെങ്കിൽ അതും ഇൻഫെക്ഷന് കാരണമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കളർ ചേഞ്ച് വ്യത്യാസമൊക്കെ ചിലപ്പോൾ STDൻ്റെ ആവണമെന്നില്ല. അപ്പോൾ എന്താക്കുക, ഡോക്ടറെ കണ്ടിട്ട് കൺഫേം ചെയ്യുക. ഹെർപ്പസ് ഗൊനോറിയ ഇങ്ങനെയുള്ള ഇതിനൊക്കെയാണ് ഇങ്ങനെയുള്ള പച്ചയും മഞ്ഞയും കളറിലുള്ള ശുക്ലങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്.